ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ വിനോ പസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കൈനറ്റിക് കൾച്ചർ അഥവാ അത്ഭുത ചക്രം എന്ന് പറയും. അതിൻ്റെ നിർമ്മാണത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടതല്ലാണ്ട് ഇതിൻ്റെ അളവ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ആരും പറഞ്ഞു തരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്നത്, ഒരു വിനോ പസിലല്ലേ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ, ഒരു കൈനറ്റിക് കൾച്ചർ ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ച് അങ്ങനെയാണ് ഞാൻ ഇത് വീഡിയോനെ പറ്റി പഠിക്കുന്നത്. പല വീഡിയോസിലും ഇതിൻ്റെ അളവ് കാര്യങ്ങളോ കറക്റ്റായി പറയുന്നില്ല. എന്നാലും ഒരു സുഹൃത്ത് ഒരു വീഡിയോ ഇട്ടതിൽ കുറച്ച് അളവും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഒരു ഏകദേശം നോക്കിക്കൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി. അത് വിജയിച്ചാൽ കുറേ ഒരു 4-5 മാസം ഞാൻ അതിൻ്റെ മേഖല നടന്നുകൊണ്ട് ശരിയാക്കി എടുത്തൊരു പരിപാടിയാണ്. കുറേ ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഈ അളവ് കാര്യങ്ങൾ കറക്റ്റായി കിട്ടിയത്. ഈ അത്ഭുത ചക്രം ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ സ്ക്രൂ വേണം, കുറേ സ്ക്രൂ വാഷർ, പിന്നെ 2 ഇഞ്ച് 4 ഇഞ്ച് നട്ട് ബോൾട്ട് ഒരു 10 എണ്ണം വേണം. പിന്നെ ബെയറിങ് എന്ന് പറയുമ്പോൾ 12 mm ബെയറിംഗ് ആണ് വേണ്ടത്. 12 mm 10 ഇഞ്ച് നട്ട് ബോൾട്ട് ഒന്ന് വേണം. അതെന്നെ ഇതിങ്ങനെ കടക്കണമെങ്കിൽ കുറച്ച് ത്രെഡ് കുറച്ചൊന്ന് ഗ്രേഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ 10 ഇഞ്ച് 1/2 ഇഞ്ച് നട്ട് ബോൾട്ട് ഒന്ന്, ബെയറിങ് ഒരു 6 എണ്ണം വേണം. പിന്നെ അതിൻ്റെ നെട്ടുകൾ കുറേ വാഷർ, പിന്നെ വരുന്ന ഒരു 2.5 നൂല് 6 ഇഞ്ച് നട്ട് ബോൾട്ടാണ്, അത് വേണം. പിന്നെ ഒരു ഹാൻഡില്, പിന്നെ വെയിറ്റിനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണം. അതൊക്കെ പിന്നെ അത് കാണാം. പിന്നെ ഇതിന്റെ പല്ല് പറഞ്ഞാൽ റാജറ്റ് എന്നാ പറയാ. ഈ റാജറ്റ് 2 ഇഞ്ച് നീളം വേണം, 1 ഇഞ്ച് വീതി ഇവിടെ, ഒരു 1/2 ഇഞ്ച് വീതി ഇവിടെ. ഇതൊരു ഈ ആകൃതിയിൽ വെട്ടണം, അതൊന്നും കാണാം. പിന്നെ വരുന്നത് ഒരു സ്റ്റാൻഡാണ്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. ഇത് 18 സെന്റിയാണ് ഇതിന്റെ, 18 സെന്റിമീറ്റർ അതിന്റെ വട്ടം. ഇത് വട്ടത്തിൽ വേണം, എങ്ങനെ വേണേൽ ചെയ്യാം. ഞാൻ വട്ടത്തിലാക്കി കറുത്ത പെയിന്റ് അടിച്ചതേ ഉള്ളൂ. പിന്നെ വരുന്നത് ഒരു 14 സെന്റിമീറ്റർ റൗണ്ട്. ഇതിൽ നമുക്ക് ബെയറിംഗ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പറ്റത്തോളാം. ഈ ബെയറിംഗ് ഒന്ന് ഇതിലാണ് വരുന്നത്. അതേപോലെ 10 സെന്റിയിൽ ഒന്ന്, 6 സെന്റിയിൽ 2 എണ്ണം, 6 സെന്റി 2 എണ്ണം, 7 സെന്റി 2 എണ്ണം, 10 സെന്റി 2 എണ്ണം. അതിൽ ഒന്നിന് ബെയറിംഗ് വരും. ഇതേ ഇതിൽ തന്നെ ഇതിൽ 2 എണ്ണത്തിലും ബെയറിംഗ് വരുന്നുണ്ട്. ബെയറിങ്ങിന് വലുപ്പത്തിലുള്ള തുള വരുന്നുണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ, ഇതിന്റെ മുകളിൽ ഈ നട്ട് ഇവിടെ കുടുക്കി കഴിഞ്ഞാൽ ആദ്യം ഇതാണ് വരുന്നത്. ഈ ബെയറിംഗ് ഉള്ള ഇതാണ് വെക്കുന്നത്. ഞാൻ ബെയറിംഗ് ഉള്ളത് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇത്, പിന്നെ ഇതാണ് വരിക, പിന്നെ ഒന്നുകൂടി, പിന്നെ ഒന്നുകൂടി. ഈ ഒരു സിസ്റ്റത്തിലാണ് വരുന്നത്. ഈ 2 എണ്ണത്തിലാണ് നമ്മൾ കയറ് കെട്ടാനുള്ളത്. ഇതിന് കയറും വേണം കേട്ടോ, വെയിറ്റ് നോക്കാനുള്ള കയറ് വേണം. അത് ഇതേ പണി തീർന്നൊരു സാധനത ഇങ്ങനെ വരും. ഇതിന് മുകളിൽ നമ്മളെ റാജറ്റ് സെറ്റാക്കി. റാജറ്റ് എപ്പോഴും ഇതേമാതിരി ഫ്രീ ആയിരിക്കണം. ഈ 2.5 സെന്റിമീറ്റർ ആണ് ഇങ്ങോട്ട് ഈ ഹോൾസ് വെക്കുന്നത്. 2.5 സെന്റിയിലാണ് കറക്റ്റ് വരുന്നത്. ഇത് എപ്പോഴും ഫ്രീ ആയിരിക്കണം. ഫ്രീ എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ഈ സെന്റർ വരെ ഈ അകലത്തിന് പറ്റുന്നതിന് വേണ്ടി വരില്ല. ചിലപ്പോൾ ഒന്നുകൂടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന്റെ വരുന്നത് റാജറ്റാണ്. റാജറ്റ് ഇതിന്റെ മോളെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കാണാൻ വീലും എല്ലാം കൂടി ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ കഴിയും.
വേണ്ടിയിട്ടാണ് ഇത്. ഇത് ഇവിടെ ലോക്കാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കത് കറക്കി കാണിക്കാം. ഇതേമാതിരി ഇത് ലോക്കായി വരും. ലോക്കായി വരുമ്പോൾ ഇതിൻ്റെ ഈ വീല് വയ്യോട്ട് വന്ന് അടിച്ചിട്ടാണ് തിരിയുന്നത്. അതുപോലെ നമ്മളെ ലീഫ് എന്ന് പറഞ്ഞാൽ ലീഫിന് 60 സെന്റിമീറ്റർ ആണ് റൗണ്ട് വരുന്നത്. അതിനിപ്പോൾ പല മോഡലും ചെയ്യാം. ഏത് മോഡലാണെങ്കിലും അടിക്കാം. ഇപ്പോൾ റാഡിറ്റ് സെറ്റാക്കി ഇതിൻ്റെ ബെയറിംഗ് ഇവിടെ ബെയറിംഗ് വെച്ചിട്ട് ഇതിൽ നമുക്ക് കയറ് ചുറ്റാനുള്ളത്. കയറ് ചുറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സാധാരണ നമ്മൾ കയറ് ചുറ്റുക വലത്തോട്ടാണ്. ഇത് ഫസ്റ്റ് കയറ് വരേണ്ടത് ഇടത്തോട്ടാണ് ചുറ്റേണ്ടത്. ഇടത്തോട്ട് ഫസ്റ്റ് വലിക്കുന്നത്, രണ്ടാമത്തെ വലത്തോട്ട്. അത് വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അത്രയാണ് നമുക്കിത് നോക്കേണ്ടത്. ഇപ്പൊ ലീഫ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കാം. ബാക്കി നമ്മൾ ഇതിന്റെ കയറ് ഫിറ്റ് ചെയ്യാന്ന്. കയറ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വർക്കുകൾ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിന്റെ കയറ് സെറ്റ് ചെയ്ത് കയറ് ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടാണ് ഇതിന്റെ ചുറ്റൽ വരിക. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലീഫിന്റെ കാര്യം പറഞ്ഞില്ല. ലീഫ് ഇതാണ് ഇതിന്റെ ലീഫ് വരുന്നത്. നമ്മൾ ലീഫ് നെറ്റിൽ നോക്കിയാൽ പല മോഡലുണ്ട്. അത് ഏത് മോഡലാണെങ്കിലും ചെയ്യാം നമുക്ക്. ഇതിലിപ്പോൾ ഒരു ബെയറിംഗ് ആണ് വരുന്നത്. ഇതിനൊരു ബെയറിംഗ് ഉണ്ട്. പിന്നെ 6 ചെറിയ ബോൾട്ടുകളുണ്ട്. 1 2 3 8 വേണ 8 ആക്കാം, 6 വേണ 6 ആക്കാം. അത് പ്രശ്നമല്ല. അത് കറങ്ങുമ്പോൾ റാജറ്റിനെ തട്ടി കറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് 2 ലീഫാണ് ഇതിനാവശ്യം. ഇതിലുണ്ട് 2 റാജറ്റ് വെച്ചേക്ക്. ഈ റാജറ്റാണ് ഇതിന്റെ മുകളിൽ അടിച്ച് കറങ്ങുക. ഇതിന് ഈ കട്ട നമ്മൾ പറഞ്ഞ ഈ ഒരു കട്ട ഇതിൽ ഇവിടെ വെക്കണം. ആ ബെയറിംഗ് വെച്ച് സെറ്റാക്കി ഇത് 2 ബെയറിംഗ് കൊടുത്തിട്ടോ. ഞാൻ അപ്പറോപ്പറായിട്ട് ആട്ടോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 1 കൊടുത്താലും പ്രശ്നമല്ല. 1 കൊടുത്താൽ സെന്ററിൽ കൊടുത്താൽ മതി. ഞാൻ 2 ബെയറിംഗ് കൊടുത്തിക്ക് അപ്പറോപ്പറായിട്ട്. അപ്പോൾ അതിന്റെ ലീഫായി. ലീഫിന്റെ മുകളിൽ റാജറ്റ് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് കറങ്ങുന്ന രൂപം എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മളെ ഇത് ഫിറ്റ് ചെയ്ത് അപ്പോൾ അത് കറങ്ങുന്ന ഇതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഈ റാജറ്റ് പോയിട്ട് നമ്മൾ 6 ഇഞ്ച് 4 ഇഞ്ച് കമ്പീൻ്റെ മുകളിൽ ലോക്കാകാണ് ചെയ്യുന്നത്. ആ ലോക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് റിട്ടേൺ തിരിയുമ്പോൾ ആ ലോക്ക് ഒയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ കറക്കം വരുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ആ റിട്ടേൺ അടിച്ചു കൊടുക്കുക. അന്ന് റിട്ടേൺ അടിച്ച് വയ്യി പോയിട്ട് മുന്നോട്ടെടുത്ത് കറക്കി കൊണ്ടുവരാന്ന് ഇതിൻ്റെ സിസ്റ്റം. എൻ്റെ യൂട്യൂബ് ചാനലായ വിനോദ് പസിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമുക്കത് റിട്ടേൺ അടിക്കുന്ന അതുകൂടി ഒന്ന് നോക്കാം. ഇതിപ്പോൾ റിട്ടേൺ അടിച്ച് മുന്നേ നേരത്തെ കാണിച്ചാൽ അത് വേക്കടിയാണ്. ഇപ്പോൾ ആ വലിച്ച് വയ്യോട്ട് വലിച്ച് കൊണ്ടുപോയി വീണ്ടും കറങ്ങുകയാണ്. അപ്പോൾ ഞാൻ 2 സൈഡിൽ നിന്നും കാണിച്ചു തന്ന്. 2 സൈഡിലാണ് ഇതിൻ്റെ വരുന്നത്. ഒരു സൈഡിൽ നിന്ന് വീഡിയോ കിട്ടാത്തതുകൊണ്ടാണ് 2 സൈഡ് അടിച്ചത്. ഇത്രയുള്ള ഒരു പരിപാടികൾ. ഇതിന് ആ ബോള് കാണുന്ന ഈ വെയിറ്റ് അടിവരെ എത്തുന്നവരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മളെ കൈനറ്റിക് കൾച്ചറൽ അഥവാ അത്ഭുത ചക്രം എന്നറിയുന്ന ഈ പരിപാടി.
ഓക്കെ, അപ്പോൾ ഒരുവിധം ഞാനത് പരിചയപ്പെടുത്തി. എന്തെങ്കിലും അഭിപ്രായങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ.